കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളും ഞാനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവിടെ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. തീർച്ചയായും സൗഹൃദങ്ങളൊന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമാകരുതെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാം. എടോ, എൻ്റെ സൗഹൃദം കൊണ്ട് തൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് തടസ്സം വരുന്നത് എനിക്കിഷ്ടമല്ല. താങ്ക് യു DK. ഈ ചടങ്ങ് ഞങ്ങൾ കാരണം അലമ്പാവരുതെന്ന് കരുതിയാൽ ഞങ്ങളെല്ലാവരും മഫ്തിയിൽ തന്നെ വന്നത്. വിത്ത് യുവർ പെർമിഷൻ. എവിടെ പോയി എന്തോ എനിക്കറിയില്ല. എല്ലാവരും ക്ഷമിക്കണം. ഈ നല്ല ചടങ്ങിലേക്ക് ഇങ്ങനെ വരേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷേ എനിക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. നിങ്ങളിൽ ഒരാളാണ് അവിനാഷിന്റെ കൊലപാതകത്തിന് പിന്നിലെ സൂപ്പർ ബ്രെയിൻ. എനിക്കറിയാം, ജീവിച്ചിരിക്കാൻ ഒരു അർഹതയുള്ള ആളല്ല അവിനാഷ്. പക്ഷേ നിയമം എല്ലാത്തിനും മുകളിലാണ്. ജാവേദ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. സോ ഞങ്ങൾക്ക് ആളിനെ കൊണ്ടുപോയേ പറ്റൂ. എല്ലാവരും സഹകരിക്കണം. പോകാം സാറേ. സുധാകരൻ നായരോ? സുധേട്ടാ, എന്താ സുധേട്ടാ? അച്ഛാ, സത്യാണോ? സത്യാണോന്ന്? എന്തിനാ അച്ഛാ? എന്നോടൊന്നും ചോദിക്കണ്ട. എന്റെ രണ്ട് പെൺമക്കൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ എനിക്കത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്തായി ചെയ്തെന്ന്? മക്കളെ, പെൺമക്കൾക്ക് ജന്മം നൽകാൻ മാത്രമല്ല, അവരുടെ മേൽ വീഴുന്ന ഓരോ മുള്ളുകളെയും വെട്ടി നിരത്താനുള്ള കടമ കൂടിയുണ്ട് ഓരോ അച്ഛനും. ഞാൻ പോവാ മക്കളെ. അങ്കിൾ, വാ സാറേ. അങ്കിൾ, എന്തിനാ അങ്കിൾ ഇത് ചെയ്ത്? എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? ആദ്യം മോനോട് പറയണമെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ കരുതി വേണ്ടാന്ന്. ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് പറയാൻ തോന്നിയില്ല. പ്രിയയുടെ കല്യാണ ചെലവിന് മോൻ തന്ന 5 ലക്ഷം രൂപയില്ലേ, അതാ ഞാൻ ജാവേദിന് കൊടുത്തത്. പക്ഷെ ജയിലിൽ പോകാൻ എനിക്ക് ഒരു പേടിയില്ല. എൻ്റെ മക്കളിപ്പോ സുരക്ഷിതമായ കൈകളിലാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മക്കളെ, അമ്മയെ നോക്കിക്കോണേ. ജാവേദിനെ സുധാകരൻ നായർക്ക് നേരത്തെ അറിയാമായിരുന്നു? ഇല്ല. പിന്നെങ്ങനെയാ ജാവേദിനെ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചത്? പണം കണ്ടാരാ സാറേ വീഴാത്തത്?
ഒരു സാധാ പ്യൂൺ വരെ അഴിമതിയുടെ ചങ്ങലയിലെ കണ്ണികളല്ലേ സാറേ? അതുതന്നെ ഇവിടെയും സംഭവിച്ചത്. എത്ര കിട്ടിയാലും ആളുകൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ജാവേദ് അതേ ചെയ്തുള്ളൂ. ഈ പണം പിൻവലിച്ചിരിക്കുന്നത് DKയുടെ അക്കൗണ്ടിൽ നിന്ന്. വേണമെങ്കിൽ DK കൂടെ പ്രതി ചേർക്കാൻ സാധിക്കും. ഇല്ല സാർ, ആ പണം എൻ്റെ മകളുടെ കല്യാണം നടത്താൻ തന്ന പണമാണ്. ഞാനതൊരു നല്ല കാര്യത്തിന് മാറ്റിവെച്ചു, അത്രേ ഉള്ളൂ. കാക്കയ്ക്കും മരുന്നിനും കൊടുക്കാതല്ലേ സാറേ ഓരോ അച്ഛന്മാരും പെമ്മക്കളെ വളർത്തുന്നത്? അതിനിടെ ഏതെങ്കിലും ഒരു പാമ്പ് വന്ന് അതുങ്ങളെ വിഴുങ്ങാൻ നോക്കിയാൽ നമുക്ക് നോക്കിക്കാൻ പറ്റുമോ സാറേ? തല്ലി കൊല്ലത്തില്ലേ? സുധാകരൻ നായർ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഈ ജാവേദിനെ പണം കൊടുത്താൽ സ്വാധീനിക്കാമെന്ന കാര്യം സുധാകരൻ നായർക്ക് എങ്ങനെയാ തോന്നിയത്? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് കാണുമല്ലോ സാറേ. അത് എത്ര വലിയ ഗുണ്ടയായാലും അങ്ങനെ ഒരു വീക്ക്നെസ് ജാവേദിനും ഉണ്ടെന്ന് യാദൃശ്ചികം ഞാൻ മനസ്സിലാക്കി. പിന്നെ അത് കയറി പിടിച്ചു. എന്തായിരുന്നു അത്? ജാവേദിന്റെ മകള്, ഒരു 5 വയസ്സുള്ള കുഞ്ഞ്. അവളായിരുന്നു ജാവേദിന്റെ വീക്ക്നെസ്. അത് വെച്ചാ ഞാൻ ജാവേദിനെ വീഴ്ത്തിയത്. എവിടെ വെച്ചാ ജാവേദുമായി കാര്യങ്ങൾ സംസാരിച്ചത്? ആശുപത്രി വെച്ച്. ജാവേദ് ആ കുട്ടിയായിട്ട് കുറച്ചു ദിവസം ആശുപത്രിയിലുണ്ടായിരുന്നു. കുട്ടമ്പിള്ളയുടെ കൂടെ യാദൃശ്യമായി ആശുപത്രി വരെ പോയതായിരുന്നു ഞാൻ. അതിനിടയില മകളെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്ന ജാവേദിനെ ഞാൻ കണ്ടത്. ഞാൻ ജാവേദിന്റെ പിന്നാലെ പോയി. ആദ്യമൊന്നും അയാൾ സമ്മതിച്ചില്ല. ഒടുവിൽ അയാൾ സമ്മതിച്ചു. കാരണം ജാവേദിന് പണം വേണമായിരുന്നു. എന്തായിരുന്നു ജാവേദിന് പണത്തിനത്ര വലിയ ആവശ്യം? എന്തായിരുന്നു ജാവേദിന് പണത്തിനത്ര വലിയ ആവശ്യം? ആ മകൾക്ക് ഒരു വലിയ രോഗം ഉണ്ടായിരുന്നു സാറേ. അത് ചികിത്സിക്കാനാ. അവന് വേണ്ടതിലധികം ഞാൻ കൊടുത്തു. എനിക്ക് വേണ്ടത് അവനും ചെയ്തു തന്നു. എന്നേക്കുമായി ആ അവിനാഷിന്റെ ശല്യം അവൻ അവസാനിപ്പിച്ചു തന്നു. സാറേ, എല്ലാ അച്ഛന്മാർക്കും അവരവരുടെ പെൺമക്കൾ വലുതല്ലേ സാറേ? സാർ, അവനെയും കൊണ്ടുപോയി സാർ. ജാവേദേ, സുധാകരൻ നായർ പറഞ്ഞതെല്ലാം ശരിയാണോ? ശരിയാണ് സാർ, എല്ലാം ശരിയാണ്. മകൾക്ക് സുഖമായോ? ജീവനിപ്പോ കുഴപ്പമൊന്നുമില്ല സാർ. ഒരാളുടെ ജീവൻ എടുത്തതിന് കിട്ടിയ പണം കൊണ്ടാ മകളുടെ ജീവൻ രക്ഷിച്ചത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനല്ലേ സാറേ ദൈവങ്ങൾ പോലെ അവതാരം എടുത്തിട്ടുള്ളത്? അതൊരു നന്മയാ സാറേ. എനിക്കറിയായിരുന്നു സാറേ, എഴുന്നേറ്റ് നടക്കാനായാൽ അവൻ എൻ്റെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തത് മുമ്പ് സമ്മതിക്കരുത്? അന്ന് ജാവേദിന്റെ മകളുടെ സർജറി ആയിരുന്നു മെഡിക്കൽ കോളേജിൽ. അന്ന് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അത് മുടങ്ങിയേനെ. പിന്നെ സത്യം കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ സാറേ, അല്ലാതെ കുറ്റം ചെയ്തവർ വന്ന് ഏറ്റു പറയുമോ? എന്നാൽ എനിക്കിപ്പോ സന്തോഷം സാറേ. എന്റെ പെൺമക്കൾക്ക് പിന്നാലെ ഇനി അവൻ വരില്ലല്ലോ. ആ, ഞാൻ സ്റ്റേഷനിലുണ്ട്. ഇല്ല, വന്നിട്ടില്ല. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. ശരി. എന്തായി, സ്റ്റേഷൻ ജാമ്യത്തിന് എന്തെങ്കിലും ഹോപ്പുണ്ടോ? നോ. ആദ്യം തന്നെ അദ്ദേഹം കുറ്റം സമ്മതിച്ചല്ലോ. പിന്നെ ഇപ്പൊ എല്ലാം ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു. ജാവേദ് പറഞ്ഞ കഥ തന്നെ ജ്യോതിയുടെ അച്ഛനും ആവർത്തിച്ചു. ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ല. സോ കൺഫേംഡ്. അങ്കിൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എപ്പോൾ റിമാൻഡ് ചെയ്യും? നാളെ കോടതി വഴി ബെയിലിനുള്ള ഏർപ്പാട് ചെയ്യേ. ഞാൻ ജയപ്രകാശിനോട് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സുധാകരൻ നായർ കൊടുത്ത പണം കൊണ്ട് ജാവേദ് കുട്ടിയുടെ സർജറി നടത്തിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 3 ലക്ഷം രൂപ അഡ്വാൻസായും 2 ലക്ഷം രൂപ കല്യാണ ദിവസവുമാണ് നൽകിയത്. അതിനും വ്യക്തമായ തെളിവുണ്ട്. ജാമ്യത്തിന് നാളെ തന്നെ മൂവ് ചെയ്തോളൂ. പക്ഷേ റിമാൻഡ് ചെയ്യാൻ 100% സാധ്യത.
എന്ന് കരുതി താൻ ടെൻഷൻ അടിക്കണ്ട. റിമാൻഡ് പീരീഡിനുള്ളിൽ തന്നെ ജാമ്യം കിട്ടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നാളെ കാണാം. മമ്മി കൈയെടുക്കണി ഇറട കിട്ടോളെ. സ്വന്തം തന്റെ ജയിലിൽ കയറ്റിയപ്പോ സമാധാനമായല്ലോ നിനക്ക്. പോലീസ് കളിച്ച് ഗുണ്ടെ പിടിച്ചു കൊടുത്തു. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ഭർത്താവിനെ പോലീസ് കൊണ്ടുപോയി. നീ എന്നിന്റെ അച്ഛനെ ജയിലിൽ കയറ്റിയത് നിന്നെ എന്റെ കണ്ണിൽ നിന്ന് കണ്ടുപോരുതും. ഇറങ്ങി പോടി. മമ്മി, അതിന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ മമ്മി. അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? രണ്ട് പെൺമക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവർക്ക് വേണ്ടി തന്നെ ജയിലിലുമായി. മമ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ എന്നോട് ഇനി മിണ്ടി പോരുതും. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ. എനിക്കാരും വേണ്ട. മമ്മി, ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്കിള് കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. നാളെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അത് കഴിഞ്ഞ് ഇനി ബെയിലിന് മൂവ് ചെയ്യാൻ പറ്റും. സാരമില്ല, കുറ്റം ചെയ്തിട്ടല്ലേ. മക്കൾക്ക് വേണ്ടി ജയിലിൽ കിടക്കണമെന്ന് ജാതക യോഗം കാണും. അതനുഭവിച്ചല്ലേ പറ്റൂ. നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ ഞാൻ മാത്രം മതി. അത് വേണ്ട, തൽക്കാലം ജ്യോതി ഇവിടെ നിൽക്കട്ടെ. വേണമെന്നില്ല. നീ ഇവിടെ നിൽക്ക്. ജാമ്യത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ജയപ്രകാശ് മൂവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. മായച്ചി, അവള് വലിയ ഹീറോ ആവാൻ ശ്രമിച്ചതാ. ഇപ്പതേ സീറോ ആയി. സ്വന്തം അച്ഛനെ ജയിലിൽ കിടത്തിയവളെന്ന് ദുഷ്പേരും കിട്ടി. അല്ലെങ്കിലും എപ്പോഴും അവൾ ഇങ്ങനെ തന്നെ ആണല്ലോ. എടുത്തു ചാടി എന്ത് മണ്ടത്തിനും വേണമെങ്കിലും ചെയ്യും. എന്തായാലും ഇതോടെ തെളിഞ്ഞത് നിന്റെ ഏട്ടന്റെ കൊലപാതകം. പാവത്തിനെ പോലെ ഇരുന്നിട്ട് ഒരാളെ കൊല്ലിക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലോ. അതും 5 ലക്ഷം രൂപ കൊടുത്ത് നിന്റെ ഏട്ടന്റെ കൂടെ നടന്ന ആ ജാവേദിനെ വിലക്കെടുത്ത് മദ്യത്തില് വിഷം ചേർത്ത് കൊല്ലാന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? നമുക്ക് അയാളെ ജയിലിൽ പോയെന്ന് കാണണം. പക്ഷെ അമ്മ അറിയരുത്. അറിഞ്ഞ അമ്മ സമ്മതിക്കില്ല. എന്താ എന്തുവാടി ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം? ഞാനെല്ലാം കേട്ടു. അണമുട്ടിയാലേ ചേരയും കടിക്കുന്നു പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാ സുധാകരൻ നായർ ചെയ്തത്. അല്ല, നിന്റെ ചേട്ടൻ എന്താ ചെയ്തത്? അവരോടും നമ്മളോടും സൂര്യയോടും അതെല്ലാം മറന്നുപോയോ എല്ലാവരും? അതൊക്കെ പോട്ടെ. സുപ്രിയ കൊന്നെന്നും പറഞ്ഞ് ജയരാമന്റെ കൂടെ ചേർന്ന് എന്റെ മോനെ അറസ്റ്റ് ചെയ്തത് നിങ്ങളൊക്കെ അങ്ങോട്ട് മറന്നുപോയോ? അമ്മേ, ഞങ്ങൾ അവിനാശിനെ ന്യായീകരിച്ചതല്ല. ജ്യോതിയുടെ എടുത്തുചാട്ടം കൊണ്ട് അവളുടെ അച്ഛൻ ജയിലിൽ പോയിന്ന് പറഞ്ഞേ ഉള്ളൂ. അഭിലാഷ് നിന്റെ ചേട്ടനായിരിക്കും. പക്ഷേ അവൻ ചെയ്ത പ്രവൃത്തികളെ മുമ്പ് നീ ന്യായീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴെന്താ നിന്റെ മനസ്സ് മാറിയത്? മനസ്സ് മാറിയിട്ടല്ലമ്മേ. എന്റെ ഏട്ടന്റെ ദുഷ്ടപ്രവൃത്തികളെല്ലാം എതിർത്ത് നിന്നവളാ ഞാൻ. പക്ഷേ ജ്യോതി അവളാ നിങ്ങളുടെ പ്രശ്നം അല്ലേ? അവളെ കുറ്റപ്പെടുത്തണം.
കളിയാക്കണം അല്ലേ? സുധാകരൻ നായർ ചെയ്തത് കുറ്റം തന്നെയാ. ആരെയും കൊല്ലാനോ കൊല്ലിക്കാനോ ആർക്കും അവകാശമൊന്നുമില്ല. പക്ഷേ അതിന് ജ്യോതിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. യു അണ്ടർസ്റ്റാൻഡ്? പോയി ഫുഡ് എടുത്ത് വയ്ക്ക്. ചെല്ല്. മമ്മി, എന്താടി ഇവിടെ ഇത്തിരി സമാധാനം തരില്ലേ? നിന്റെ മുഖം കണ്ടാൽ എന്റെ നിയന്ത്രണം പോവും. മമ്മി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും കഴിച്ചിട്ട്? അതേടി, അങ്ങനെ തന്നെ വേണം. അങ്ങേരവിടെ ജയിലിൽ വെറും നിലത്ത് കിടന്ന് ഉറങ്ങുമ്പോ തന്നെ എന്നെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കണം നിനക്ക്, അല്ലേടി? മമ്മി, മമ്മി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. ഞാൻ തള്ളക്കാലി പറമ്പ് ജാതക ഗുണം ആടി നിനക്ക്. ആദ്യം തള്ളെ കെട്ടിയെടുത്തു, ഇപ്പൊ ദേ തന്റെ ജയിലിൽ കയറ്റി. അവിടെ ചോറ് തീറ്റിക്കാൻ വന്നിരിക്കുന്നു. ഇനി എന്റെ പുക കൂടി കണ്ടാലേ നീ ഇവിടുന്ന് പോവും. മമ്മി, ഹലോ ജ്യോതിമ. ജ്യോതിമ ഹാപ്പി അല്ലേ? തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ പറഞ്ഞത് ജ്യോതിമ കേട്ടില്ല. അതിന്റെ ഫലമാ ഇപ്പൊ നീ അനുഭവിക്കുന്നത്. ഭർത്താവിനോടെല്ലാം തുറന്നു പറയുന്നതിന് മുമ്പ് നിനക്കൊന്ന് ചിന്തിക്കായിരുന്നില്ലേ? എനിക്കൊരു അബദ്ധം പറ്റി. നിന്റെ ഭീഷണിയില് ഞാനൊന്ന് പതറിപ്പോയി. അതുകൊണ്ടാ നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചത്. പിന്നെ എന്റെ അച്ഛന്റെ അറസ്റ്റ്, അതിനൊരു കാരണം ഞാൻ തന്നെയാ. ജ്യോതിമ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ ജ്യോതിമ കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പൊ സ്വന്തം അച്ഛനെ പോലീസിന് പിടിച്ചുകൊടുത്ത് ജയിലിലാക്കിയതിന് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാനാ ഞാൻ വിളിച്ചത്. കൺഗ്രാറ്റുലേഷൻസ് ജ്യോതിമ. ഓക്കെ, ബൈ ബൈ. ഡി കെ, നിങ്ങൾ എന്നിൽ നിന്ന് എത്ര അകലെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ പറയാതെ നിങ്ങൾ എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇനി നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ജ്യോതി മാത്രം. ഞാൻ നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടെന്ന് ഒരിക്കലെങ്കിലും തിരിച്ചറിയില്ലേ ഡി കെ? ഹലോ, എന്തു പറ്റി? എന്തോ പറയാൻ വന്നിട്ട് പറയാൻ പറ്റാതെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. ഞാനൊരു താങ്ക്സ് പറയാൻ വന്നത്. എന്തിന്? സുപ്രിയയുടെ ഓർമ്മകളുള്ള ആ ക്യാമ്പസിൽ എന്നെ കൊണ്ടുപോയില്ലേ, അതിന്. എന്താ ഒന്നും പറയാത്തത്? അവിടെ പോയത് ഏട്ടന് ഇഷ്ടായില്ലേ? അതുകൊണ്ട് പഴയതൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റിയില്ലേ? ഓർമ്മകളുടെ തടവറയിലായിരുന്നു ഒരുപാട് കാലം ഞാൻ. സത്യം പറഞ്ഞ ജ്യോതി വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോ പഴയതൊന്നും ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അല്ല, ഹരിപ്രിയ എപ്പോഴാ തിരിച്ചു പോകുന്നത്? അത് ശരി. അപ്പോ ഞാൻ എത്രയും വേഗം തിരിച്ചു പോകണമെന്നാണോ ആഗ്രഹം? അങ്ങനെയല്ല, തിരിച്ചു പോകുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് മറ്റെന്തെങ്കിലും നോക്കാം.
വേണമെങ്കിൽ ഒരു വിവാഹം തന്നെ നോക്കാം. വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ. സോറി ഏട്ടാ, ഞാനേ കമ്മിറ്റഡാ. ആഹാ, കൊള്ളാലോ. ആരാ കക്ഷി? പറയാം, സമയാവട്ടെ. അതുവരെ ഇതും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ കിടക്കട്ടെ. നാട്ടിലാണോ അതോ അമേരിക്കയിലാണോ കക്ഷി? രണ്ടിടത്തും അല്ല. മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ രണ്ടിടത്തും അല്ലാതെ പിന്നെ എവിടെയാ? എന്റെ മനസ്സിൽ. ഓ, അപ്പൊ വൺ വേ ആണ്. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആളാരാണെന്ന് പറഞ്ഞാ ഞാൻ പോയി സംസാരിക്കാം. വേണ്ട, താമസിയാതെ അയാൾ എന്നെ തേടി വരും. അപ്പോ ഞാൻ ഏട്ടനെ അയാളെ കാണിച്ചു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, ജ്യോതിയുടെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ആ, വേണം. അതെല്ലാം ജയപ്രകാശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉടനെ കിട്ടില്ല, കുറച്ചു ദിവസം കഴിയും. പിന്നെ ഏട്ടാ, ജ്യോതിയോട് ഇനിയും അകൽച്ച കാണിക്കരുത്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, ഒളിച്ചു വെക്കാനുള്ളതല്ല.